2005 പുറത്തിറങ്ങിയ പ്രഭാസും രാജമൗലിയും ഒന്നിച്ച ആദ്യത്തെ സിനിമ ഛത്രപതി. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ ഈ സിനിമ കാണുന്നത് വളരെ വൈകിയാണ്. 2008-ലോ 2009-ലോ മലയാളത്തിലെ ഏതോ ഒരു ചാനലിൽ ഇതിന് ഡബ്ഡ് വേഷം വന്നപ്പോഴാണ് ഞാൻ ടി വിയിൽ ആദ്യമായി ഈ സിനിമ കാണുന്നത്. അതും ഇതിൻ്റെ ഡയറക്ടർ രാജമൗലിയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അന്ന് ഈ സിനിമ കാണുമ്പോഴും തോന്നിയൊരു കാര്യമാണ്, യൂഷ്വലി ഒരു തെലുങ്ക് സിനിമ ഫോമാറ്റിൽ വന്നൊരു സിനിമയല്ലത്. ഇതിനൊരു ഇമോഷണൽ കോർ കണ്ടന്റ് ഉണ്ട്. അതിൽ നിന്നും ഒരു ക്യാരക്ടേഴ്സിനെ വെൽ ഡെവലപ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രഭാസിലേക്ക് വരുമ്പോൾ അന്ന് ഈ സിനിമ കാണുമ്പോഴും ഒരു യൂഷ്വൽ തെലുങ്ക് നായകനപ്പുറം ഇയാൾക്ക് എന്തോ ഒരു മാസ് ഓറയുണ്ടെന്ന് അന്നും തോന്നിയിട്ടുണ്ട്. ഇയാളുടെ ഓരോ നിൽപ്പിലും ഓരോ നോട്ടത്തിൽ പോലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വില്ലൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ തെലുങ്ക് വില്ലൻ അപ്പുറം അയാൾക്ക് അയാളുടേതായ റിവെഞ്ച് ഉണ്ട്, അയാളുടേതായ സ്റ്റോറി ഉണ്ട്, അയാളുടേതായ ഇമോഷൻസ് ഉണ്ടെന്ന് സിനിമ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പ്രഭാസിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസും ഏറ്റവും മികച്ച സിനിമ എടുത്താലും അതിന് മുൻപന്തിയിൽ കാണാൻ ഛത്രപതി എന്ന സിനിമയും ഇതിനകത്ത് പ്രഭാസിൻ്റെ പെർഫോമൻസും. ഒരു യൂഷ്വൽ തെലുങ്ക് നായകനപ്പുറം ഇയാൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുമെന്ന് അന്ന് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിരുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക.